വയനാട്ടിൽ പടമല സ്വദേശി അജീഷിനെ കൊന്ന മോഴയാന മണ്ണുണ്ടി ഭാഗത്ത് തന്നെ തുടരുന്നു എന്നാണ് റേഡിയോ സിഗ്നൽ ബോധ്യപ്പെടുന്നത്. ഇന്ന് രാവിലെ 6:30 മണിക്ക് റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചു. ആന കർണാടകത്തിലേക്ക് കടക്കാതിരിക്കാൻ ശ്രമം തുടരുകയാണെന്ന് DFO മാർട്ടിൻ ലോവൽ പറഞ്ഞു. ലൊക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്നലെ കണ്ടിട്ടുള്ള മണ്ണുണ്ടി അതിൻ്റെ കുറച്ച് സമീപത്തായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. മിഷന് വളരെ ക്ലിയർ ആണ്, വളരെ വെൽ പ്ലാൻഡ് മിഷനാണ്. നമ്മൾ ട്രാക്കിംഗ് ടീം ഓൾറെഡി ചെന്നിട്ടുണ്ട്. അതിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു 300 മീറ്റർ ഉണ്ടെങ്കിൽ ആൻറ്റീനയിൽ നമുക്കിത് കിട്ടും. അതിലേക്ക് നമ്മൾ ചെന്നതിന് ശേഷം ഇന്നലെ ആനയെ ഓടിച്ചപ്പോൾ ആന ഇങ്ങനെ ഒരു തിരിഞ്ഞു കളിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ പുറത്തേക്ക് കർണാടകത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകാണ്ടിരിക്കാനായിട്ടുള്ള ഒരു ഡിപ്ലോയ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ കൺഫേം ചെയ്ത് അവിടെ തന്നെ മയക്കുവെടി വെക്കാനായിട്ടാണ് ഉദ്ദേശം. ഇപ്പോൾ വരുന്ന വാർത്ത, ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായി എന്നാണ്. ദൗത്യം അല്പസമയത്തിനകം ആരംഭിക്കും എന്നറിയുന്നു. സുർജിത്ത് അയ്യപ്പത്ത് മണ്ണുണ്ടിയിൽ നിന്നും അതുപോലെ അരുൺ പാറയ്ക്കൽ മാവലിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം സുർജിത്തിലേക്ക്. സുർജിത്ത്, ദൗത്യം 9 മണിക്ക് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൗത്യം തുടങ്ങാൻ സമയമായിരിക്കുന്നു. എന്തൊക്കെയാണ് അവരുടെ സന്നാഹങ്ങൾ, സജ്ജീകരണങ്ങൾ? SKN ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ട്രാക്കിംഗ് ആണ് ആദ്യം ശ്രമിക്കുന്നത്. അതായത് ഈ ആന എവിടെയാണ് എന്ന് കൃത്യമായി മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഡാർട്ട് ചെയ്യുന്ന ദൗത്യസംഘം, അതായത് മയക്കുവെടി വെക്കാനുള്ള ദൗത്യസംഘം അവിടേക്ക് തിരിക്കുകയുള്ളൂ. ഡാർട്ടിംഗ് ചെയ്യുന്ന സംഘം എത്തിയിട്ടുണ്ട്, ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അവർ വനത്തിനകത്തേക്ക് കയറിയിട്ടില്ല എന്ന് മാത്രം. അവർ ഈ എവിടെയാണ് ഈ ആന നിൽക്കുന്നത് എന്നുള്ളത് ട്രാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ അത് മാർക്ക് ചെയ്ത ശേഷമാകും അടുത്ത ആ ഒരു നടപടിയിലേക്ക് കിടക്കുക. എന്തായാലും ഒരു 10 മണി 11 മണിയോട് കൂടി ഇത്തരത്തിൽ ഒരു ഡാർട്ടിംഗ് നടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. ആനയുടെ ലൊക്കേഷൻ ഏതാണ്ട് വ്യക്തമാകുന്ന വിധത്തിൽ തന്നെ കാര്യങ്ങൾ വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. ഏറെ ആത്മവിശ്വാസമാണ് DFO മാർട്ടിൻ ലോവൽ പങ്കുവയ്ക്കുന്നത്. ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രദേശം എന്ന് പറയുന്നത് കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അത് വലിയ അളവിലുള്ള പ്രതിസന്ധിയാണ്. 3 തരത്തിലുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒന്ന്, കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൈറ്റിൽ ഇരുന്നുകൊണ്ട്, അതായത് കുങ്കിയാനകൾക്ക് പുറത്തിരുന്നു കൊണ്ട് മയക്കുവെടി വയ്ക്കുക. മറ്റൊന്ന്, ഈ മരത്തിൻ്റെ മുകളിൽ, മരങ്ങൾക്ക് മുകളിൽ ഏറുമാടം പോലെ കെട്ടിയ ശേഷം അവിടെ ഇരുന്നു കൊണ്ട് മാർക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യുക, ഡാർട്ട് ചെയ്യുക എന്നുള്ള ദൗത്യമാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ. മൂന്നാമത്, ഇതിന് ചേസ് ചെയ്തുകൊണ്ട് മയക്കുവെടി വെക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ചേസ് ചെയ്ത് മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളത് വലിയ ദുഷ്കരമായ ദൗത്യമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മോഴയാനയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ അപകടകാരിയാണ്. ഈ ആന തിരിച്ച് ചാർജ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഇന്നലെ പോലും ദൗത്യത്തെ പലപ്പോഴും ഈ മയക്കുവെടി വെക്കാനുള്ള നീക്കത്തെ ബാധിച്ചത് ഇത് തിരിച്ച് ഇങ്ങോട്ട് ചാർജ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ മയക്കുവെടി വെച്ചാൽ ഈ സംഘത്തിന് നേരെ ഇത് പാഞ്ഞെടുക്കാനുള്ള സാധ്യത ഉൾപ്പെടെ തള്ളിക്കളയാൻ കഴിയുകയില്ല. അതാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി. ഈ മേഖല എന്ന് പറയുന്നത് കുറ്റിക്കാടുകളും ഇല്ലിക്കാടുകളും എല്ലാം തന്നെ നിറഞ്ഞ മേഖലയാണ്. അതുകൊണ്ട് ഉചിതമായ സ്ഥലത്ത്, ഉചിതമായ സമയത്ത്, ഉചിതമായ സന്ദർഭത്തിൽ ഈ ആനയെ ഒത്തുകിട്ടിയാൽ മാത്രമേ മയക്കുവെടി വെക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതിന് കുങ്കിയാനകളെ കൂടി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. 4 കുങ്കിയാനകളെ നേരത്തെ എത്തിച്ചിട്ടുണ്ട്. ആ കുങ്കിയാനകളെ കൂടി വനത്തിനകത്തേക്ക് എത്തിച്ചുകൊണ്ട് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി താഴേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രാക്കിംഗ് ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാക്കിങ്ങിന് ശേഷം ഈ ആനയെ മയക്കുവെടി വെക്കാനുള്ള സംഘം വനത്തിനകത്തേക്ക് പോവുകയും അവിടെ ഡാർട്ട് നടപ്പാക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള നീക്കമാണ്, അത്തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്തായാലും ഒരു 11 മണിക്കകത്ത് തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ വനംവകുപ്പിനുണ്ട്. ആനയെ കൃത്യമായി മാർക്ക് ചെയ്യുക എന്നുള്ള പോയിന്റിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളാണ് വനംവകുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SKN. ഓക്കെ, സുർജിത്ത് അയ്യപ്പ, താങ്ക് യു. അതുപോലെ ഇപ്പോൾ ബാവലിയിൽ നിന്ന് അരുൺ പാറയ്ക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം? അവിടെ ചില പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ടല്ലോ. ആരൊക്കെയാണ് പ്രതിഷേധിക്കുന്നത്? നിലവിൽ ഞാൻ നിൽക്കുന്നത് ബാവലിയിലാണ്. ബാവലിയിൽ കഴിഞ്ഞ ദിവസം DFOയൊക്കെ നാട്ടുകാർ ഉപരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വലിയ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ BJP DFO ഓഫീസ് ഉപരോധിക്കുമെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അത് ഏത് സമയത്താണ് എന്നത് സംബന്ധിച്ചൊരു അന്തിമമായ തീരുമാനം BJPയുടെ ഭാഗത്ത് നിന്ന് വരുന്നതേ ഉള്ളൂ. മറ്റ് രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്നിപ്പോൾ ആനയുടെ സാന്നിധ്യമുള്ളതിനാൽ ജില്ലയിലെ മാനന്തവാടി ഭാഗത്ത് ചില പ്രദേശങ്ങളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുനെല്ലി പഞ്ചായത്തിലെ കുറുക്കൻമൂല, കുറുവ, കാടംകൊല്ലി, പയ്യമ്പള്ളി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും
അവധി ഇന്നിപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ജില്ലയില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായ പ്രതിഷേധങ്ങൾക്ക് ഒരു അയവ് വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ജനങ്ങളുമായി വിഷയം ചർച്ച ചെയ്ത് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും വിജയിച്ചിരിക്കുന്നുവെന്ന് വേണം പറയാൻ. മറ്റൊരു കാര്യം, ഈ ആന നിൽക്കുന്നു എന്ന് പറയുന്ന മണ്ണുണ്ടി പ്രദേശത്ത്, അതായത് മണ്ണുണ്ടി കോളനിക്ക് സമീപമുള്ള വനത്തിലാണ്, 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ആന ഉള്ളത് എന്നാണ് വനം വകുപ്പിൻ്റെ DFO നേരത്തെ നമ്മളെ അറിയിച്ചിരുന്നത്. ആ പ്രദേശത്തെ ഈ കോളനിയിൽ നാട്ടുകാർ കഴിഞ്ഞ ദിവസം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കോളനി മുഴുവൻ പോലീസ് വലയം ചെയ്തിട്ടുണ്ട്. അതായത് ഈ ജനങ്ങൾ ഇറങ്ങിക്കൊണ്ട് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും RRT ടീമിനെയും അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവിധ കരുതലുകളും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് പ്രധാനമായും പോലീസ് ഇന്ന് ആ പ്രദേശത്ത് നോക്കുന്നത്. മറ്റൊരു കാര്യം, ഈ RRT ടീം ഈ ആനയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഈ നാട്ടുകാരും ഒരുമിച്ച് പോകാനുള്ള സാഹചര്യമുണ്ട്. അവരെ നിയന്ത്രിക്കുന്നതിനുള്ള എല്ലാവിധ ക്രമങ്ങളും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നുമില്ല. ചില പ്രദേശങ്ങളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മരിച്ച അജീഷിൻ്റെ, അതായത് പടമലയിലെ മരിച്ച അജീഷിൻ്റെ വീട്ടിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തുമെന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു. അരുൺ പാറക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.